എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനിതെല്ലാം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഈ ഒരു യാത്രയിൽ പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നത് നല്ലോണം പേടിയുണ്ട് ഗൈസ്. അതുകൊണ്ട് സ്ഥലം പറയില്ല. എന്നാരെങ്കിലും എന്നെ കൊണ്ടുപോയാലോ? ഇതാണ് ഡ്രസ്സ്. നല്ലോണം കണ്ട പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്നെ കാണുന്നവർ പിന്നെ ഒന്നുകൊണ്ട് വന്ന് കൈ തരേണ്ടതാണ്. വരുന്നേക്കെ ഉള്ള കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ഇല്ലാതെ കാരണം കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഇടാം. 1 കിലോ ലഡു, 1 കിലോ ലഡു, മിൽക്ക് പേട, ഇതൊക്കെയാണ് മൈ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. മരിച്ച് ചുഗതി പറയുന്ന മാതിരി മുല്ലപ്പൂ അല്ല പൂച്ചെണ്ടുകൾ ഇതൊന്നും എനിക്ക് വേണ്ട, പൂവൊന്നും എനിക്ക് വേണ്ട. പിന്നെ നാളെ ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല. നാളെ ലൈവിന് ഒട്ടും സമയം ഉണ്ടാവില്ല. എൻ്റെ ലൈവേ ഇല്ല. എല്ലാവരും എന്നെ പിന്നെ എനിക്കൊരു പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, കേരളം വിട്ട് പാകിസ്ഥാനിലെത്തുന്നതാണ്. ഞാനായതുകൊണ്ടായിരിക്കും പേടി. വേറെ ആരെയാണെങ്കിലും എനിക്ക് പേടി ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ പോയാൽ നീ രക്ഷപ്പെടും. ആളുണ്ടെങ്ങനെ പോയാലും. പിന്നെ എങ്ങനെയുണ്ട് കുപ്പായം കൊള്ളാമോ? നല്ല ഭംഗിയില്ല. എല്ലാവർക്കും ഇപ്പോൾ കുപ്പായം ഇടുമ്പോഴേ ഇഷ്ടമാണ്. ഇത് ഡിംബലിൻ്റെ ഷോപ്പ് കൂട്ടി ഇപ്പം ഞാൻ ഡിംബലിൻ്റെ എന്ന് വാങ്ങിയത്. എല്ലാം ഡിംബലിൻ്റെ ആണോ ഇപ്പോൾ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ 10-20,000 രൂപയ്ക്ക് ഞാൻ കുപ്പായം എടുത്തു. 10 20,000 രൂപയ്ക്ക് ഞാൻ കുപ്പായം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിംബൽ ഈ വഴിക്ക് വരുന്നേക്കെ നിങ്ങൾ എടുത്തു ഫുള്ള് കൊണ്ടേ. പക്ഷെ ഇപ്പോഴാണ് ഓർക്കുന്നത് കുറേ കൂടെ എടുക്കാനും. ഈ ചപ്പൽ ഇഷ്ടപ്പെട്ടാ? ഭയങ്കര ഇഷ്ടമുള്ള ചെരുപ്പാണ്. ഇത് ഞാൻ ഇട്ട് വാങ്ങി വെച്ചു. ഷൂസ് ഇടുന്നില്ല. ഇതാകുമ്പോൾ എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ എടാ ഞാൻ പോവാണ്. പിന്നെ അബ്ബാസെ സൂക്ഷിച്ചോണം. പെമ്പിള്ളേരൊക്കെ വളയ്ക്കാൻ വരും BM-ൽ. എൻ്റെ ശത്രുക്കളായിരിക്കും എന്നുള്ള കാര്യം സൂക്ഷിക്കണം. നീ നല്ലവണ്ണം വളച്ചു എന്നിട്ട് നമുക്ക് പിന്നെ ദുബായി കൊണ്ടുപോയിട്ട് ഷെയ്ഖിൻ്റെ അടിമയായിട്ടങ്ങ് നിർത്താം. എങ്ങനെയുണ്ട്? ഷെയ്ഖിനും കിട്ടട്ടെ ഒരു പണി. പിന്നെ പലരും ചോദിക്കും കല്യാണം എന്താണെന്ന് ചോദിക്കും. ഡേറ്റ് ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നമ്മളെ കല്യാണം എവിടെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളെ കല്യാണം ആയിരിക്കും. കാരണം വീട്ടിൽ പോയാൽ നീ സ്വഭാവം മാറില്ലേ? നിൻ്റെ ഉമ്മയൊക്കെ പറയുമ്പോൾ പറയും വേണ്ട, നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ കാര്യം? ഞാൻ പെട്ടുപോകില്ലേ? അപ്പോൾ ഇപ്പം പറ ഒന്ന് വൃത്തിയാക്കി വെക്കടി എന്നൊക്കെ പറയും. പക്ഷെ കഴിയുന്നില്ലടാ. അതാണ് ഭംഗിയുണ്ട. ഒരു ബോയൊക്കെ വെച്ചു. ബോയിൻ്റെ ടിപ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ബോ എന്ത് ചെയ്യും എന്നുള്ളത്. ഞാൻ ബോയും കൊണ്ടുപോകുന്നു. ബോയിന് എവിടെയും കളഞ്ഞു പോയപ്പോൾ ഞാൻ പെട്ട് കേട്ടോ. എന്നാൽ പിന്നെ ബൈ. സി യു ലവ് യു മിസ് യു. ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങളെന്നെ മറന്നു പോവുക. നിങ്ങളെന്നെ മറന്നു പോവുക. എൻ്റെ ഹെയർ കാണുന്നവർക്കായിട്ട് കണ്ട അത്ര ഹെയറിന് കുക്ക് കെട്ടി വെച്ചിട്ട് ഇത്ര ഹെയറിന് കണ്ടു വയ്ക്കുന്നത് കണ്ടാരങ്ങളെ. ആരും എൻ്റെ ഹെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ വരെയാണ് എൻ്റെ ഹെയർ തരാൻ. കൂടിപ്പോയില്ലേ? ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചോദിക്കാമായിരുന്നു എൻ്റെ ഹെയറിൻ്റെ റേറ്റ്. ഇന്നലെ ആരും എൻ്റെ റേറ്റ് ചോദിച്ച മാതിരി ഞാൻ പറഞ്ഞു ഒരു 2 കോടി എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു നീ ചോദിക്കുന്നുണ്ടെങ്കിൽ 10 കോടിയെങ്കിലും ചോദിക്കണ്ടായിരുന്നു. അതാണ് ചോദിച്ചപ്പം ഞാൻ ചെറിയ എമൗണ്ടായി ചോദിച്ചത്. എന്നാൽ പിന്നെ 10 കോടി ഇട്ടാ. 10 കോടി തന്നാൽ അയ്യോ പൈസ എന്തെങ്കിലും എനിക്ക് പൊഴുകി തിന്നാലാ. എനിക്ക് ആ ഒരു 350 സ്ക്വയർ ഫീറ്റ് വീടും ഒരു താറും മാത്രം മതി. പിന്നെ ബാങ്കിൽ കുറച്ച് ഡെപ്പോസിറ്റ്. പിന്നെ വരുന്നവർക്ക് ചോറും കഞ്ഞിയും കൊടുക്കാൻ. പയറും കഞ്ഞി, അച്ചാർ, ഇത്ര തന്നെ. ഞാൻ തട കഴിക്കുന്നത് തന്നെ. ചെറുപയർ കഞ്ഞി, വൻപയർ കഞ്ഞി, പിന്നെ മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെ എല്ലാവരും കൊടുക്കുള്ളൂ. ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചാൽ മതി. ഡബ്ബാസ് നീ പോയിട്ട് നീ ഇവിടെ ഉണ്ടാവും. ഇവിടെ അത് നീ പോവോ? നിൻ്റെ PMൽ പെമ്പിള്ളേരെ തരണം വന്ന് പറ അത് ഇവിടെ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞ മാതിരി എൻ്റെ ഹെയർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞാനത് നോട്ടീസ് ചെയ്ത് പലരും പറഞ്ഞപ്പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ഓയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാഞ്ഞിട്ടാണ്. ഓയിൽ കൊടുത്ത് മസാജ് ചെയ്യണം. നമ്മുടെ ഹെയർ മസാജ് ചെയ്തില്ലെങ്കിൽ ഹെയർ പോകുന്നതാണ്.
പക്ഷേ എങ്കിൽ നേരിട്ട് കാണാൻ അറിയില്ല, ക്യാമറയിൽ നല്ലോണം അറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മാതിരി ഇടി ക്യാമറയിൽ തടിച്ചടി എന്ന് പറയുന്ന മാതിരി എത്ര മെല്ലിട്ടാന്നറിയോ, ആവശ്യത്തിനുള്ള തടിയുള്ളൂ കേട്ടോ. പക്ഷെ കുമ്പയുണ്ട്. ഇന്നലെ വരുന്നത് നിന്നെ കളിയാക്കിയിടാം. എന്താണ് ഓടിയും വേറെ ഏതോ കാറിൻ്റെ പേര് പറഞ്ഞു, രണ്ടും കൂടെ പോകുന്ന പോലെ ഇരിക്കുന്നു. എടാ ആരാന്നറിയാം, എന്തോ ക്രിയേറ്ററാണ്, എനിക്കങ്ങനെ കണ്ടാലറിയാം. ഞാൻ എൻ്റെ അബ്ബാസും നടന്ന് വരുമ്പോൾ ജോജു ജോർജിനെ പോലെ ഞാൻ കാണും. പിന്നെ ഇതിന് നിറമുണ്ട് കുറച്ച്, അത് ഞാൻ കറുപ്പിച്ചോളും. വെയിലത്ത് നിന്ന് കറുത്തിട്ട് കറിയാതി എന്ന് പറയും. എന്നാൽ പിന്നെ ബൈ.